പായന്നൂർ പെട്രോൾ പമ്പിന് സമീപം വിശ്വസ്തമായ ചികിത്സാ സേവനം ഉറപ്പാക്കിക്കൊണ്ട് ചെറുവത്തൂർ മെഡിക്ലിനിക് വിപുലമായ സൗകര്യങ്ങളുമായി ജനങ്ങളിലേക്ക്. ഉദരരോഗം, ത്വക്ക് രോഗം, ഗൈനക്കോളജി, യൂറോളജി, ശിശുരോഗ വിഭാഗം, ഡയബറ്റോളജി, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ പ്രമുഖ ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ നിശ്ചിത ദിവസങ്ങളിൽ ഉണ്ടാകും. രാവിലെ 6:30 മുതൽ രാത്രി 9:30 വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ഹോം ഡെലിവറി സൗകര്യത്തോടെ ലഭിക്കും. കുറഞ്ഞ ചെലവിൽ ലാബ് പരിശോധനകൾക്ക് പുറമെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനം വീടുകളിലേക്കും ലഭ്യമാണ്. ചെറുവത്തൂർ മെഡിക്ലിനിക്, മായന്നൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയന്നൂർ യൂണിറ്റിന്റെ ദ്വൈവാർഷികവും പൊതുയോഗവും പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും സിനായ് പാരിഷ് ഹാളിൽ പ്രൗഢമായി നടന്നു. സിനായ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയന്നൂർ യൂണിറ്റിന്റെ ദ്വൈവാർഷിക പൊതുയോഗം സംഘടനയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സാധാരണ രീതിയിൽ കണക്ക് റിപ്പോർട്ടൊക്കെ അവതരിപ്പിച്ചിരുന്ന യൂണിറ്റിന്റെ കാര്യങ്ങളെക്കുറിച്ച് ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ, സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതൊക്കെ അറിയുന്നവർക്ക് അതിലുണ്ടാവില്ല ഇല്ലേ? വ്യാപാരത്തെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് സൂക്ഷ്മമായിട്ട് വിലയിരുത്തിക്കൊണ്ട് പോയി കഴിയാനുണ്ടാവും. അങ്ങനെ നന്നാവോ വേണം. ഈ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. റോസ്മേരി വയ്യാണ് വന്നത്, കയ്യെടുക്കുന്നത് ഇവിടെ പോട്ടെ. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. വേറെ ഒന്നുമല്ല, നമ്മളുടെ ഇപ്പോഴത്തെ ട്രഡീഷണൽ വ്യാപാരം, എന്താ ട്രഡീഷണൽ വ്യാപാരം? നമ്മൾ ഷോറൂം സെറ്റ് ചെയ്യും, സാധനങ്ങൾ വാങ്ങി വെക്കും, ലാഭത്തിൽ വെക്കും അല്ലേ? ഈ വ്യാപാരത്തിന് എത്ര കാലത്തെ പ്രസക്തി ഉണ്ട്? പഴയന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് പി സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അപ്പോൾ അത് ഏകദേശം പണി പൂർത്തിയായിട്ടുണ്ട്. അതിനും കൂടി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. പിന്നെ വലിച്ചു നീട്ടി കൂടുതലൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് ഇത്രയും പേര് നമുക്കൊക്കെ അറിയാം, നമ്മളെ എല്ലാവരും അറിയാം എന്തൊക്കെ വിഷയങ്ങളാണ് നമുക്കിവിടെ ഫേസ് ചെയ്യുന്നതെന്നില്ല. അതെല്ലാം സംഘടനയോട് നേരിട്ട് പറയാം. സംഘടന ഇവിടെ നമ്മളാരും ഒരാളെ മാറ്റി നിർത്തിയിട്ടില്ല, മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. സംഘടനയോടുകൂടി തന്നെയാണ് എല്ലാവരും നമ്മൾ വളരുന്നതും നമ്മളെല്ലാം കൊണ്ടുപോകുന്നതും. അത് ആയതുകൊണ്ട് സംഘടന എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വലിയതായിട്ട് കൂടുതൽ പ്രസംഗിച്ച് ചെയ്യുന്നൊന്നുമില്ല. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സംഘടനയുടെ ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ പി നാരായണൻകുട്ടി, കൺവീനർ കെ എം മുഹമ്മദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. വളരെ പ്രൗഢഗംഭീരമായൊരു 3 നില കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ അക്ഷമനായിട്ടായിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു പുതുമ പറയും. വന്ന് വെൽക്കൊക്കെ വാർത്തിട്ട് വന്ന് മഴയത്ത് ഞാനും പ്രസിഡന്റ് കൂടി കണ്ടിട്ട് പോയതാണ്. വരുമ്പോൾ കഴിഞ്ഞ് കയറിയപ്പോൾ വരുന്നുണ്ടോ, കയറിയാലോ വേണ്ട കഴിയട്ടെ, അങ്ങനെ ഒരു ഇതിൽ ത്രില്ലിൽ നിൽക്കുക ഞാൻ. അപ്പോൾ നമുക്കത് ഒത്തിരി ഗംഭീരാക്കണം, അടിച്ചു പൊളിക്കണം. നമ്മുടെ മേഖലയിലുള്ള എല്ലാ ഭാരവാഹികളെയും ക്ഷണിക്കണം. PST പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ 10 യൂണിറ്റ് ഉണ്ട്. 10 യൂണിറ്റിലുള്ളവരെ ക്ഷണിക്കണം. ഗംഭീരമായിട്ട് നടത്തണം, നന്നാക്കി നടത്താറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തായാലും വിനോദ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വിനോദ് എടുത്താറായി വലിയ താമസമില്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു കാര്യം, നമ്മളെ വരവ് ചെലവുകൾക്ക് റിപ്പോർട്ടൊക്കെ ഒന്ന് അവതരിപ്പിച്ച് പാസ്സാക്കി എടുക്കാം. അപ്പോഴത്തേക്ക് പുള്ളി വരും. യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി കെ ബാലകൃഷ്ണൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ എം അലി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ സുബൈർ വാഴാലിപ്പാടം, CB ശശികുമാർ, പഴയന്നൂർ യൂത്ത് വിംഗ് പ്രസിഡന്റ് ദിലീപ് കുമാർ, വനിതാ വിംഗ് പ്രസിഡന്റ് റോസ്മേരി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. യോഗത്തിൽ വെച്ച് 2026-28 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയുടെ തിരഞ്ഞെടുപ്പും വിജയകരമായി പൂർത്തിയാക്കി. ന്യൂസ് ഡെസ്ക് CCV.